അങ്ങനെ നമ്മൾ നളന്ദ സർവകലാശാലയുടെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. പഴയകാല സർവകലാശാലയുടെ അവശേഷിപ്പുകൾ കാണാം. എക്സ്കവേറ്റ് ചെയ്തെടുത്തത് എത്രത്തോളം വർഷം പഴക്കമുണ്ട് അല്ലേ? നമ്മൾ ജസ്റ്റ് നളന്ദയിൽ വന്നപ്പോഴേ 2 മലയാളികളെ പരിചയപ്പെട്ടു കേട്ടോ. എവിടെ നാട്? കാസർഗോഡ്, കൊല്ലം. ആക്ച്വലി ഞങ്ങൾ ബോധയെ വെച്ച് മീറ്റ് ചെയ്തതാണ്. ഞങ്ങൾ അപരിചിതരാണ്. അടിപൊളി. നമ്മള് കണ്ടുമുട്ടിയത് പോലാണ്. ഞങ്ങൾ ബോധയെ വെച്ച് കണ്ടുമുട്ടി. അവിടെ നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ട്രാവൽ ചെയ്ത് ഇവിടം വരെ എത്തി. ഞാൻ ഒറ്റയ്ക്ക്, ഞങ്ങൾ 2 സോളാണ്. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതാണ്. അങ്ങനല്ല, ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടാറേ അതിന് കുറച്ച് ഇത് നെഞ്ചുറപ്പ് കുറച്ച് വേണം. ആണുങ്ങൾക്ക് നമുക്ക് ഇറങ്ങാം. ഒരു പെൺകുട്ടി എങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേരെന്താ? ഫാത്തിമ, അനീഷ്. എന്തായാലും ഇവരൊരു സംഭവം കേട്ടോ. കാരണം 2 ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കണ്ടുമുട്ടി. ഇനി പറ്റുന്നിടത്തോളം ഒരുമിച്ച് അങ്ങനെ പോകും അല്ലേ? എന്തായാലും ഇനി എങ്ങോട്ട് അടുത്ത കൊടുക്കാം? ഞങ്ങൾക്ക് ഇതൊരു പ്ലാനൊന്നുമില്ല. പാർട്ട്നേഴ്സ് എല്ലോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ എന്താണ് കൊള്ളാം. എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുകയാണ്. BA ഫൈനൽ പഠിക്കുന്നു. എവിടെ? നാട്ടിലോ അല്ലെങ്കിൽ? ഞാൻ ഡൽഹിയിലാണ്. ഡൽഹിയിൽ. ഓൾ ദി ബെസ്റ്റ്. യാത്ര എന്തായാലും അടിപൊളിയാവട്ടെ. മുടി അടിപൊളിയാട്ടോ. ഇത് പോയായിരുന്നു എന്റെ മുടി ഉണ്ടായിരുന്നു, കിട്ടിക്കളഞ്ഞു. കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഒരാൾക്ക് 40 രൂപയാണ് ഇവിടെ ടിക്കറ്റിന് ഈടാക്കുന്നത്. ക്യാമറയ്ക്ക് 25 രൂപയാണ്. വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽപ്പെട്ട സ്ഥലമാണ്. അന്നത്തെ കാലത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അറിവ് സമ്പാദിച്ച ഒരു സ്ഥലമാണ്. മുകളിലേക്ക് കയറാൻ അന്ന് പെർമിഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷേ എല്ലാം നിരോധിച്ചേക്കും. കാരണം ചിലപ്പോൾ അത് പൊളിഞ്ഞു വിടും. അത്രയും കാലത്തെ പഴക്കമുള്ളതാണ്. ഒരു കാലത്തെ പഴക്കമാണ്. ഈ ഇത്രയും വർഷം പഴക്കമായിട്ടേ ഈ കട്ടകൾക്കൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല. നോക്കി എന്ത് ഫിനിഷിംഗ് നോക്കി ഇപ്പോഴും. പഴയകാല നിർമ്മിതിന്റെ ഒരു ഉറപ്പ്. ഇതൊക്കെ മണ്ണിനടിയിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത അവശേഷിപ്പുകളാണ്. പക്ഷെ ആ കട്ടകളൊക്കെ എന്ത് ഷാർപ്പായിട്ടാണ് അത് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു കാലത്ത് മണ്ണിനടിയിലായി പോയ സ്ഥലമാണ് ഇവിടെ. മറ്റേ ആ ഒരു കോൺക്രീറ്റ് ആണ്. ഈ സുർക്കി മിശ്രിതമല്ലേ, അതുപോലെ അങ്ങനത്തെ സാധനങ്ങളാണ് പഴയ കാലത്തെ കോൺക്രീറ്റ് അല്ലേ. അങ്ങനെ നമ്മൾ നളന്ദ, തക്ഷശില എന്നീ സർവകലാശാലകളിലെ നളന്ദയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് നമ്മുടെ പുരാതന ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ 2 സർവകലാശാലകളായിരുന്നു നളന്ദയും തക്ഷശിലയും. ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കാൻ വന്നതാണോ നിങ്ങൾക്കൊരു സംശയം തോന്നും. പക്ഷേ ക്ലാസ് എടുക്കാൻ വന്നതല്ല. നമ്മൾ ബീഹാറിൻ്റെ തലസ്ഥാനമായ പാട്നയിൽ വന്നപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പ്രശസ്തമായ, അല്ലെങ്കിൽ നമുക്ക് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്കൊക്കെ ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഈ നളന്ദ യൂണിവേഴ്സിറ്റി. അതായത് 427 മുതൽ ഏകദേശം 800 വർഷത്തോളം കാലം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു, അതായത് ഇന്ത്യയുടെ തന്നെ അഭിമാനമെന്ന് പറയാവുന്ന ഒരു സർവകലാശാലയായിരുന്നു. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, നളന്ദ. അന്നത്തെ കാലത്ത് ഏകദേശം 15,000-ഓളം വിദ്യാർത്ഥികൾ ഇവിടെ താമസിച്ച് അവരുടെ വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യം ഈ സ്ഥലത്തുണ്ടായിരുന്നു. സാധാരണ ബീഹാറിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ഇഷ്ടിക, അതായത് നമ്മുടെ മണ്ണ് ചൂടാക്കിയെടുക്കുന്ന ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫുൾ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പുരാതന ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു സർവകലാശാലകളിൽ ഒന്നായിരുന്നു നളന്ദ. ബുദ്ധ സന്യാസിമാരായിരുന്നു ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത്. അവരുടെ ബുദ്ധിസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു കൂടുതലായിട്ട്. അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളെ, മൊണാസ്ട്രികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ
ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണുന്നത്. AD 5-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലുമൊക്കെ കലകളുടെയും അക്കാഡമിക് നിലവാരത്തിൻ്റെയൊക്കെ ഒരു സംരക്ഷണത്തിനായിട്ട് നളന്ദ പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഏകദേശം ഇന്ത്യയുടെ ഒരു സുവർണ്ണ കാലഘട്ടമെന്നാണ് ആ ഒരു സമയത്തെ പണ്ഡിതന്മാർ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത്. കാരണം അത്രയ്ക്ക് നിലവാരത്തിലുള്ളതായിരുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസ രീതികളൊക്കെ. പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഈ സർവകലാശാലയിൽ അന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് പുരാതന കാലത്തുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റമാണ്. അകത്ത് മഴ പെയ്യുമ്പോഴൊക്കെ വീഴുന്ന വെള്ളം മുഴുവനായിട്ട് ഇതുവഴി ഒഴുകി വെളിയിലേക്ക് പോകും. 12-ാം നൂറ്റാണ്ടിലെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു ആക്രമണകാരി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു എന്താ പറയുക, അയാളൊക്കെ ജനിക്കേണ്ട ആളെ അല്ലായിരുന്നു. കാരണം ദേവിയാർ ഖിൽജി എന്ന് പറഞ്ഞ ഒരു രാജാവ് മുസ്ലിമിൻ്റെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളാണെന്നാണ് ചരിത്രം പറയുന്നത്. അതെന്തെങ്കിലും ആട്ടെ, നമ്മൾ അറിയേണ്ട കാര്യമില്ല. ആ നാറി ഇവിടെ വന്നിട്ട് മൊത്തം കത്തിച്ച്, നളന്ദ മൊത്തം കത്തിച്ച് ഏകദേശം 90 ലക്ഷത്തോളം ഗ്രന്ഥങ്ങളാണ് ഒറ്റയടിക്ക് കത്തിച്ച് കളഞ്ഞത് ഇവിടുന്ന്. അങ്ങനെയാണ് ഈ ഒരു സർവകലാശാലയുടെ നാശം എന്ന് പറയുന്നത്. ആക്രമണം അത് പണ്ടുള്ള രാജാക്കന്മാർ, അതിപ്പം നമ്മൾ ചരിത്രം പഠിച്ചവർക്കറിയാം, പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കൈയടക്കാനും കൊള്ളയടിക്കാനും വേണ്ടി മാത്രം ആക്രമണം പ്ലാൻ ചെയ്തു വരുന്ന ടീമുകളുണ്ട്. എന്തായാലും കൊള്ളാം, ആൾ വന്ന് മൊത്തം കത്തിച്ച് 90 ദശലക്ഷം പുസ്തകങ്ങളെന്ന് പറയുമ്പോൾ എന്തുമാത്രം അറിവുണ്ടായിരുന്നെന്ന് നമ്മളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കി അറിയാം. കാരണം എത്രത്തോളം വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുത്ത ഗ്രന്ഥങ്ങൾ അതൊന്നും തിരിച്ചു കിട്ടത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 5-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലൊക്കെ 90 ലക്ഷത്തോളം ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു സർവകലാശാലയുടെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇന്നത്തെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലോ MG യൂണിവേഴ്സിറ്റിയിലോ ഒന്ന് തിരക്കി, അവരുടെ ലൈബ്രറി ചെന്ന് തിരക്കി കഴിഞ്ഞാൽ അങ്ങേയറ്റം ചിലപ്പോൾ 1 ലക്ഷം അല്ലെ 2 ലക്ഷം, 90 ദശലക്ഷം, അതായത് 9 ദശലക്ഷം, 90 ലക്ഷത്തോളം പുസ്തകങ്ങൾ ഈ ഒരു അന്നത്തെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ അതാണ് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഒറ്റ ആക്രമണത്തിൽ കത്തിച്ച് ചാരമാക്കി കളഞ്ഞത്. അന്നത്തെ കാലത്തെ ഹോസ്റ്റലാണെന്ന് തോന്നുന്നു ഇത്. നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. കുളിക്കാനുള്ള കിണർ കാര്യങ്ങൾ, പിന്നെ ഇതിനൊക്കെ ഒരു മേൽക്കൂരുള്ള പോലെ സൈഡിലാണ്. ഇവിടെയൊക്കെ പൊളിഞ്ഞു പോയി, പക്ഷെ ആ സൈഡൊക്കെ കണ്ടോ, ഇവിടെ ഒരു റൂം പോലുള്ള ഒരു ഇതാണ്. അന്നത്തെ കാലത്ത് വിളക്കൊക്കെ വെക്കാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള എല്ലാ റൂമിലും ഉണ്ട്, 2 സൈഡിലായിട്ട്. ഇതിലെ ഒരു സൈഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. വെളിച്ചം വന്ന് കറണ്ട് ഇല്ലല്ലോ. ആ വാതിലിൻ്റെ അവിടെ വെളിച്ചത്തിനുള്ള ഒരു സ്ഥലമാണ്. കുറേ റൂമുകളുണ്ട് ഇവിടെ ഇങ്ങനെ. വലിയ ഇഷ്ടികയാണേ. നമ്മുടെ നാട്ടിലുള്ള ഒരു 3 ഇഷ്ടിക കൂടുന്ന കനമുണ്ട്. വലുപ്പം അല്ലേ? ഇത്രയും വലുപ്പമുണ്ട്. നമ്മൾ സൈഡിൽ നിന്ന് കണ്ടപ്പോ വിചാരിച്ച് ചെറിയ ഇഷ്ടികയാണ്, പക്ഷെ നല്ല വലുപ്പമുണ്ട് അല്ലേ? ഇതൊക്കെ പുതുതായിട്ട് കെട്ടിവെച്ചതാ. ഇത് കാണുമ്പോഴേ അറിയാം. പഴയ കാലത്തുള്ള ഇഷ്ടിക കുറച്ച് വ്യത്യസ്തമായിരുന്നു. എന്തായാലും 15,000-ഓളം വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുള്ള ഒരേ സമയം പഠിക്കുന്ന ഒരു സർവകലാശാലയായിരുന്നു. 2000-ഓളം അധ്യാപകരും 2000-ഓളം അധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നു. 2000-ഓളം അധ്യാപകരും 15,000 വിദ്യാർത്ഥികളും 90 ലക്ഷത്തോളം ഗ്രന്ഥങ്ങളും. ഇവിടെ ഒരു കിണറുണ്ടാക്കി വെച്ചേക്കുന്നത്. 8 വശങ്ങളിലായിട്ടാണ്
ഇഷ്ടിക കെട്ടി ഇത് നിർമ്മിച്ചേക്കുന്നത്. ഇതിനകത്ത് ഇറങ്ങാനൊക്കെ വലിയ പാടാ. അതും ഏറ്റവും താഴ്ന്ന ഇഷ്ടിക കെട്ടി പൊക്കിക്കുക. താഴേന്ന് ഇഷ്ടിക ഏറ്റവും താഴ്ന്ന മുതൽ. അപ്പോൾ നമുക്കൊരു തിരുത്തുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ അല്ല, അധ്യാപകരുടെ റൂമുകളാണ്. ഗുരുക്കന്മാർ പറയുന്നത് കേട്ടാ നമ്മൾ. ഗുരുക്കന്മാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന സ്ഥലങ്ങളാണിത്. അവരുടെ ഹോസ്റ്റലാണ്. ഇവിടെയാണ് അവരുടെ മീറ്റിങ്ങുകളും മറ്റും നടത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലം. പണ്ടുണ്ടായിരുന്ന ഇഷ്ടികകളൊക്കെ ഇളക്കി കളഞ്ഞതും ഇളകിപ്പോയതുമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ പുതിയ ഇഷ്ടിക ഇപ്പോൾ പുതിയതായിട്ട് വെച്ച് പിടിപ്പിക്കുകയാണ്. ഈ ഇഷ്ടികയൊക്കെ ഈ അടുത്ത സമയത്ത് നിർമ്മിച്ചതാണ്. ഇപ്പോൾ വരുന്നവർ വിചാരിക്കും ഇതൊക്കെ പണ്ടേ ഇങ്ങനെ തന്നെയുള്ളതാണ്. അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞ് അന്നത്തെ കാലത്ത് തകർന്നു പോയ പോലുള്ളൊരു രീതിയാക്കിയാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. മറ്റൊരു മൊണാസ്ട്രിയാണ്. നമ്മളാദ്യം കണ്ട ആ മാസ്റ്റേഴ്സിൻ്റെ റൂം പോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണം. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് അഷ്ടകോണുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കിണറുള്ളത്. അധ്യാപകർക്ക് താമസിക്കാനുള്ള റൂമുകളാണ് ചുറ്റും. ഡ്രെയിനേജ് സംവിധാനം നോക്കി ഇവിടെയുണ്ട്. ഇതൊരു ഡ്രെയിനേജിൻ്റെ സംവിധാനമാണ്. എത്രത്തോളം താഴ്ചയുണ്ടെന്ന് അറിയില്ല. ഇതിൻ്റെ ബാക്കി ഇതാ ഇവിടെയുണ്ട്. ഇതാ ഇവിടെ ഇത് മറ്റൊരു ഡ്രെയിനേജ് സിസ്റ്റമാണ്. ആ തറയുടെ എല്ലാം ചരിവ് ഈ ഭാഗത്തേക്കാണ് വരുന്നത്. ഇതുവഴിയാണ് അതിൻ്റെ ഒരു നിർമ്മാണം.